ഹലോ നമസ്കാരം, എല്ലാവർക്കും ഇന്നത്തെ സ്വർണ്ണവില അറിയിക്കുന്ന ഗോൾഡ് റേറ്റ് ടുഡേ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ സ്വർണ്ണവിലയിലേക്ക് കടക്കുന്നതിന് മുൻപായി എല്ലാ ദിവസവും സ്വർണ്ണവിലയും വെള്ളിവിലയും സ്വർണ്ണത്തെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളും യഥാസമയം ലഭിക്കാനായി സ്ക്രീനിൽ വലതുവശത്ത് കാണുന്ന ചുവന്ന നിറത്തിലുള്ള സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തിയതിനു ശേഷം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ അമർത്തി തുടർന്ന് വരുന്ന ഓപ്ഷൻസിൽ ഓൾ എന്ന് സെലക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ഒരു ലൈക്ക് നൽകാനും നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ചെയ്യാനും കൂടെ ശ്രദ്ധിക്കുക. ഇന്ന് 2025 ജൂൺ മാസം 21 തീയതി മിഥുനമാസം 7 തീയതി ശനിയാഴ്ച, സമയം രാവിലെ 6 മണി. സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു. കഴിഞ്ഞ 2 ദിവസം തുടർച്ചയായ കുതിപ്പിന് ശേഷം ഇന്നലെ സ്വർണ്ണവിലയിൽ ഇടിവ് രേഖപ്പെടുത്തി. ഇന്നലെ പവന് 440 രൂപയും ഗ്രാമിന് 55 രൂപയും കുറഞ്ഞ സ്വർണ്ണവില വീണ്ടും 74,000-ന് താഴേക്കിറങ്ങിയിരിക്കുകയാണ്. 73,680 രൂപയിലാണ് ഇപ്പോൾ ഒരു പവൻ സ്വർണ്ണത്തിന് വ്യാപാരം നടക്കുന്നത്. ഇന്നലെ വില അല്പം കുറഞ്ഞെങ്കിലും ഇന്ന് വില വീണ്ടും ഉയരാനാണ് സാധ്യത. കഴിഞ്ഞ 2 ദിവസം തുടർച്ചയായി വർധന രേഖപ്പെടുത്തിയ സ്വർണം പവന് 520 രൂപയും ഗ്രാമിന് 65 രൂപയും ഉയർന്നിരുന്നു. കഴിഞ്ഞ സെഷനുകളിലായി 2 ദിവസങ്ങളിലായി വില ഉയരുകയും പിന്നീട് 2 ദിവസങ്ങളിലായി വില കുറയുകയും ചെയ്തിരുന്നു. രാജ്യാന്തര മാർക്കറ്റിൽ ഇന്നലെ രാവിലെ $3,350 പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ വീണ്ടും ഉയർന്ന് $3,370 പരിധിയിലാണ് ഉള്ളത്. ഇന്ന് രാവിലെ സ്വർണ്ണവില നോക്കാം. അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഒരു ഔൺസ് സ്വർണ്ണത്തിന് $3,371. സംസ്ഥാനത്ത് ഇന്ന് രാവിലെ 24 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 10,047 രൂപ, 1 പവൻ 80,378 രൂപ. 18 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 7,535 രൂപ, 1 പവൻ 60,283 രൂപ. ഇന്നത്തെ 916 അഥവാ 22 കാരറ്റ് സ്വർണ്ണവില 1 ഗ്രാം 9,210 രൂപ, 1 പവൻ 73,680 രൂപ. സംസ്ഥാനത്ത് നിന്ന് വെള്ളിവില 1 ഗ്രാം 118 രൂപ, 1 കിലോ 1,18,000 രൂപ. ഇന്നത്തെ മാറി വരുന്ന പുതിയ സ്വർണ്ണവില ഇന്ന് രാവിലെ 10 മണിക്ക് ശേഷം പുതിയ വീഡിയോയിലൂടെ നിങ്ങളെ അറിയിക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകൾ വഴി കൂടുതൽ അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അതിനായി താഴെ കാണുന്ന ലിങ്ക് ഫോളോ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ ഓർമ്മിപ്പിക്കുന്നു. താങ്ക്